കേസുമായി ബന്ധപ്പെട്ട് പ്രതി അനന്തു കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കടവന്ത്രയിലെ സ്ഥാപനത്തിൽ ഇന്നും പരിശോധന നടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘമാണ് പരിശോധന നടത്തുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി KM ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? ആദിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രധാന പ്രതിയായ അനന്തു കൃഷ്ണന്റെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. കടവന്ത്രയിലെ അനന്തു കൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഇന്നും ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇന്നും ക്രൈംബ്രാഞ്ച് DYSP ടോമി സെബാസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നത്. ഈ പാതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് പണം പിരിച്ചിരുന്നു. അത്തരത്തിൽ പിരിച്ച ആ തുക ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടാണ് അനന്തു കൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ലക്ഷ്യം. നേരത്തെ മൂവാറ്റുപുഴ പോലീസ് ഈ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലും ഈ സ്ഥാപനങ്ങളിലൊക്കെ പരിശോധന നടത്തുകയും അനന്തു കൃഷ്ണനെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തുന്ന നടപടിക്രമങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് അവരുടെ നേതൃത്വത്തിൽ ഈ പരിശോധനകൾ നടത്തുന്നത്. എറണാകുളം ജില്ലയിൽ 34 കേസുകളാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടമായി മൂവാറ്റുപുഴയിലും കോതമംഗലത്തും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടമായി അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈ ഓഫീസുകളിൽ പരിശോധന, റെയ്ഡ് അടക്കമുള്ള നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത ഘട്ടമായി ഈ പരമാവധി പരാതിക്കാരെ നേരിട്ട് കണ്ട് അവരുടെ മൊഴിയെടുക്കും. പിന്നീടായിരിക്കും ഈ പ്രതി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ വിശദമായ സമഗ്രമായ പരിശോധന ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ക്രൈംബ്രാഞ്ച് SP സോജനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അന്വേഷണ സംഘത്തലവൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ ജില്ലകളിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ പരിശോധനകൾ തുടരുകയാണ്.